ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ യൂട്യൂബേഴ്സിനൊക്കെ പ്രധാനമായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് നമ്മളെ ഒരു വ്ളോഗിങ് പോഡ്, അതുപോലെ തന്നെ ഒരു മൈക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സെറ്റാണ് വാങ്ങിയത്. ഏകദേശം ഒരു 500 രൂപയുടെ അടുത്ത് പ്രൈസ് റേഞ്ച്, ഒരു 475 രൂപ പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ ആ ഒരു വ്ളോഗിങ് പോഡ് വാങ്ങിയത്. അപ്പോൾ വ്ളോഗിങ് യൂട്യൂബേഴ്സ്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഇതുവരെ അത്ര ഒരു ട്രൈപോഡ് യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഇതിന് മുമ്പേ നമ്മളെ ട്രൈപോഡാണ് യൂസ് ചെയ്തത്. ഇതൊരു മോണോപോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിൻ്റെ ചെറിയൊരു അൺബോക്സിങ് വീഡിയോയും, അതുപോലെ തന്നെ ഫസ്റ്റ് എന്താണ് നമുക്കൊരു ഇംപ്രഷൻ, എന്താണ് വാല്യൂ ഫോർ മണി ആണോ എന്നൊക്കെ ജസ്റ്റ് നോക്കാം. അപ്പോൾ 475 രൂപയാണ് ആ സാധനം. നമുക്കിതാ ഇവിടെ ഉണ്ട്, ഞാൻ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റ്. നമ്മളെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇന്നലെ ലഭിച്ചതാണ്. അല്ലെങ്കിൽ നമുക്ക് ഡെലിവറി ഒന്നും ഈ പ്രാവശ്യം ഡിലേ ആയില്ല. നമ്മളെ എമൗണ്ട് എന്ന് പറയുന്നത് 475 രൂപയാണ്. നിങ്ങൾക്കിവിടെ ജസ്റ്റ് കാണാം, 475 രൂപ. അതുപോലെ തന്നെ ഇതിൽ ഉള്ളതെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ട്രൈപോഡ്, പിസ്റ്റൺ പ്ലസ് മൈക്ക്, സബ് മിനി ഫോട്ടോഗ്രാഫി ട്രൈപോഡ് വിത്ത് മോണോ മൈക്രോ ഫോൺ, അതാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ കുലുക്കുമൊന്നും വലിയ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, വെയിറ്റ്ലെസ് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും സാധനമാണ് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ അകത്തുനിന്ന് കിട്ടിയത്. ബോക്സ് കാലിയാണ്. ഈ ഒരു ബോക്സ് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് എന്തോ ഒരു കൂപ്പണാണ്. നമുക്കിത് അവിടെ എഴുതിയിട്ടുണ്ട്, ലോഗിൻ യുവർ ₹30 ക്യാഷ് ബാക്ക്, ലോഗിൻ യുവർ അക്കൗണ്ട്, ഷെയർ പ്രോഡക്റ്റ് റിവ്യൂ വീഡിയോ ഓൺ യുവർ യൂട്യൂബ് ചാനൽ, 5 ഓൺ ആമസോൺ ഓർ ഫ്ലിപ്കാർട്ട്. അപ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. നമ്മളെ പ്രൊഡക്ട്സ് ഇതാണ് നമ്മളെ ട്രൈപോഡ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഈ ഒരു ഇതിലാണ് സംഭവം. ഒരു പക്ക പ്ലാസ്റ്റിക് ആണ്. 475 രൂപയ്ക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊരു ഓർത്താണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ യൂസ് ചെയ്താൽ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് നമുക്കിവിടെ അവിടെ ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ട്രൈപോഡിൻ്റെ ഒരു ക്ലിപ്പാണ്. നമുക്ക് അവിടെ ഉണ്ട് ഈ ഒരു ക്ലിപ്പ്. നമുക്ക് എല്ലാവർക്കും ട്രൈപോഡൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്കിവിടെ കിട്ടും. അപ്പോൾ അത് രണ്ടും. പിന്നെ നമുക്കൊന്ന് എക്സ്ട്രാ ആയിട്ട്, അല്ലെങ്കിൽ നമുക്കുള്ളത് ഒന്ന് മൈക്കാണ്. നമ്മളാ ഈ ഒരു വ്ളോഗൊക്കെ ചെയ്യാൻ പോകുമ്പോൾ പറ്റിയ ഒരു മൈക്ക്. ഇത് അവിടെ പിൻ ചെയ്യാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ ഇത് ലെങ്ത്ത് കൂടുതലില്ല. ഞാനിപ്പോൾ ബോയയുടെ ഒരു M1 മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിലാണ് ഞാനിപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം 800 രൂപ ഇതിന് മാത്രമായിട്ട് മൈക്കിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടുമെന്ന് അറിയില്ല. കാരണം ഇതിൽ എന്താ വെച്ചാൽ ഇത് ഓവർ ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് വ്ളോഗ് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ലെങ്തി ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലോങ് ഷോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം വളരെ യൂസ്ഫുൾ ആണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് വ്ളോഗിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നൈസായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ട് മൈക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ ഇതുവരെയായിട്ടും ചെക്ക് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറം തന്നെ ഒരു ക്ലിപ്പ് കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്, ഈ ഒരു ചെറിയ ക്ലിപ്പ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്ലിപ്പ്, നമുക്ക് ഈ ഒരു സംഭവം എവിടെയെങ്കിലും നമ്മളെ കോളർമലോ എവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് ഈ ഒരു 475 രൂപയ്ക്ക് കിട്ടുന്നത്. ഈ ഒരു ട്രൈപോഡിൻ്റെ നമുക്കിതിങ്ങനെ ഹാൻഡിൽ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇത് ഇവിടെയാണ് നമുക്കിത് അങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് ഒരു കംഫർട്ടായിട്ട്, കാരണം അതൊരു പ്ലാസ്റ്റിക്, ഒരു പക്ക ഒരു തേർഡ് ക്വാളിറ്റി ഒരു പ്ലാസ്റ്റിക് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. അത് ഞാൻ ജസ്റ്റ്, അല്ലെങ്കിൽ ഇതിങ്ങനെയല്ല, ഇങ്ങനെ ഈ ഒരു ടൈപ്പിലും നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വ്ളോഗിങ്ങിനൊക്കെ സൂട്ടബിൾ ആണെന്ന് ചോദിച്ചാൽ യെസ്, നമുക്ക് പറയാം. ഇത് നമുക്കിനി ജസ്റ്റ് ഒന്ന് ഫിറ്റൊക്കെ ചെയ്തിട്ട് നമുക്കൊന്ന് യൂസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡറിൽ നമ്മൾ ഫോണൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട്. ഫോൺ വെക്കുമ്പോൾ ചെറിയൊരു ഷെയ്ക്ക് അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഫിറ്റായി നിൽക്കാത്തൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് ട്വിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതങ്ങനെ ഈ ഒരു സംഭവത്തിലേക്ക് ആക്കാം. അപ്പോൾ ഇതിൽ കംഫർട്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ മറ്റേതിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഹോൾഡറിൽ നിൽക്കാത്തൊരു സംഭവമായി തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും
ഇതവിടെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഓവറോൾ കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു, എന്നാലും 475 രൂപയുടെ ഒരു വർത്തുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയുക, പ്ലാസ്റ്റിക്കൊക്കെ ഒരു ക്വാളിറ്റി കുറഞ്ഞ പ്ലാസ്റ്റിക്കാണ്. പിന്നെ നമുക്ക് മൈക്ക് കൂടെ അവൈലബിൾ ആണ്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ നമുക്ക് മൈക്കിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റൂ. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ മൈക്കാണ്, ബോയ M1 ആണ്. അപ്പോൾ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്തൊരു സംഭവം ഇപ്പോൾ തന്നെ ഞാൻ ഒരു വേറൊരു മൈക്കില്ലാതെ ഈ ഒരു ട്രൈപോഡിൻ്റെ ഒരു ഇത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ ഈ ഒരു ഇപ്പോൾ കിട്ടിയ ഒരു പുതിയ മൈക്കായിട്ടാണ്. അപ്പോൾ നമുക്ക് ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം എത്ര ഉണ്ട്. നമ്മൾ നേരത്തെ യൂസ് ചെയ്തത് ബോയ M1 ആയിരുന്നു. ഇപ്പോൾ ഇതാണ്. നമുക്ക് എത്രത്തോളം സൗണ്ട് ക്വാളിറ്റി റെഡിയായി കിട്ടുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ കൂടെ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു ട്രൈപോഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മോണോപോഡിൻ്റെ റിവ്യൂ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഞാൻ അജയ് സിദ്ധാണ്. ബൈ. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഈ ഒരു ബ്ലോഗിങ് പോഡിലാണ്. അപ്പോൾ ഈ പോഡിന് ചെറിയ കണ്ടില്ലേ ഒരു ഷെയ്ക്ക് ഉണ്ട്, ആ ഒരു ഫിറ്റിങ് നിൽക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ഹോൾഡറിനൊക്കെ ചെറിയൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല, എനിക്കിതൊരു കംഫർട്ടായിട്ട് തോന്നുന്നില്ല. കാരണം എന്താ അവിടെ ചെറിയൊരു ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ഇതിങ്ങനെ ആടി പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇത് റിട്ടേൺ അടിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഒരു കംഫർട്ടായിട്ട് തോന്നിയില്ല. നമുക്ക് വ്ളോഗിങ്ങിനൊക്കെ പോകുമ്പോൾ എന്ന് അറിയുന്നത് കുറച്ചുകൂടെ ഒന്ന് കംഫർട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ വേണം. ഇത് ഷെയ്ക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഹോൾഡറിന് ചെറിയൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാ പ്രൊഡക്റ്റിനും ഇങ്ങനെ ഉണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ശരിക്കും നമുക്ക് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ.